കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, റോയൽ എൻഫീൽഡ് ബുള്ളറ്റാണോ ഹോണ്ട ഹൈനസ് ആണോ നല്ലത്? ആ ചോദ്യത്തിൻ്റെ ഉത്തരം സത്യം പറഞ്ഞാൽ രണ്ട് വണ്ടിക്കും പോസിറ്റീവും നെഗറ്റീവ്സും ഉണ്ട്. റോയൽ എൻഫീൽഡിന് അതിൻ്റേതൊരു പോസിറ്റീവ് സൈഡുണ്ട്, നമ്മൾ ഹൈനസിന് അതിൻ്റേതായൊരു പോസിറ്റീവ് സൈഡുണ്ട്, അതുപോലെ തന്നെയാണ് നെഗറ്റീവ് സൈഡും. എന്നാൽ എനിക്ക് റോയൽ എൻഫീൽഡ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിപ്പോൾ ഇറങ്ങുന്ന മോഡലുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ കിക്ക് സ്റ്റാർട്ടുള്ള മോഡലായിരുന്നു എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കളിൽ 2016 മോഡൽ ബുള്ളറ്റ് ഉപയോഗിക്കുന്ന ഒരുത്തനുണ്ട്. അവൻ്റെ വണ്ടി എടുത്ത് ഞാൻ ഓൾമോസ്റ്റ് 500-600 കിലോമീറ്റർ റൈഡ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ ദൂരമൊക്കെ പോകുന്ന സമയത്ത് ആ സമയത്ത് ഞാൻ ഉപയോഗിച്ചിരുന്നത് കരിസ്മ എന്ന് പറഞ്ഞ ZMR എന്ന് പറഞ്ഞൊരു ബൈക്കായിരുന്നു. ഞാൻ ദൂരേക്ക് പോകുന്ന സമയത്ത് ഒരിടത്തൊക്കെ നിർത്തിയിട്ട് ആ ബുള്ളറ്റിൽ നമ്മൾ കയറിയിട്ട് നമ്മൾ ഈ കിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സന്തോഷമുണ്ട് നമുക്ക്. അത് വേറൊരു വണ്ടിയിൽ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ കിക്ക് സ്റ്റാർട്ടുള്ള വേറെ പല വണ്ടികൾ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ നമ്മൾ ആ ബുള്ളറ്റ് കിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. നമ്മളെന്തോ എവിടെയൊക്കെയോ നമ്മൾ കണ്ടതും കേട്ടതും അറിഞ്ഞതും എല്ലാം കൂടെ നമ്മുടെ മനസ്സിലിങ്ങനെ വരുന്നൊരു സന്തോഷം. അതെന്ന് പറയുന്നതായിരിക്കാം മേ ബി വികാരം എന്ന് പറയുന്നത്. ആ വികാരം റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ഇപ്പോൾ ഇറങ്ങുന്ന ഞാൻ ഓടിച്ചിട്ടില്ല, 2016 ഓടിച്ച് വെച്ച് പറയുന്നത് ആ വണ്ടിയിൽ ഒരുപാടുണ്ട്. ആ വണ്ടി നമ്മൾ എങ്ങനെ ഓടിക്കുന്നു എന്നനുസരിച്ചാണ് ഇരിക്കുന്നത്. കാരണം ഞാൻ ആദ്യത്തെ ഒരു 10-20 കിലോമീറ്റർ വളരെ റാഷായിട്ട് ഒരു നോർമൽ ബൈക്ക് ഓടിക്കുന്നതിനൊക്കെയാണ് ബുള്ളറ്റ് ഓടിച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അതിന് പറ്റുന്ന വണ്ടിയല്ല. കാരണം അതിൻ്റേതായൊരു ഫീഡ്ബാക്സ് എല്ലാം മാറാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഞാൻ ആ വണ്ടി ഓടിക്കേണ്ട രീതിയിൽ കറക്റ്റ് 5ാമത്തെ ഗിയറിൽ 60 കിലോമീറ്റർ സ്പീഡിൽ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ഓടിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്രയും നല്ലൊരു വണ്ടി എന്തുകൊണ്ട് ഇത്രയും കാലം ഈ വണ്ടി ഇങ്ങനെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ആ വണ്ടി ഓടിക്കേണ്ട രീതിയിൽ ഓടിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ വില അറിയാൻ പറ്റത്തുള്ളൂ. അവരാണ് യഥാർത്ഥ ബുള്ളറ്റ് ലവേഴ്സ് എന്നൊക്കെ പറയുന്നത്. കാരണം അവർ ആ വണ്ടി ഓടിക്കുമ്പോൾ അവരതിൽ ഹാപ്പിയാണ്, സന്തോഷിക്കുന്നു. ഇന്ന് കുറേ ആൾക്കാരുണ്ട് ബുള്ളറ്റ് എടുക്കുന്നു അതിൻ്റെ ഒരു രീതി അറിയാതെ ചുമ്മാ ഓട്ടിക്കാൻ വേണ്ടിയിട്ട്. ബുള്ളറ്റ് അതിൻ്റേതായ രീതി ഓട്ടിക്കുക, അതാണ് ബുള്ളറ്റ് എന്ന് പറയുന്നത്. അത് ബുള്ളറ്റ് മാത്രമല്ല, എല്ലാ വണ്ടികൾക്കും അതിൻ്റേതായ രീതികളുണ്ട്. സ്പ്ലെൻഡറിന് അതിൻ്റേതായ രീതിയുണ്ട്, അതേപോലെ ഹൈനസിന് അതിൻ്റേതായ രീതിയുണ്ട്. നിങ്ങൾ ഒരിക്കലും ഒരു 5ാമത്തെ ഗിയറിൽ 60 കിലോമീറ്ററിൽ സ്ലോ സ്പീഡിൽ ആ ഒരു വൈബ് ആസ്വദിച്ച് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ വണ്ടിയല്ല ഹൈനസ് എന്നുള്ളത്. കാരണം ഹൈനസിൻ്റെ 3 ഗിയർ മാത്രമാണ് നിങ്ങൾക്ക് സിറ്റിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. എന്നാൽ ബുള്ളറ്റിൽ അങ്ങനെയല്ല, അതിൻ്റേതായൊരു പോസിറ്റീവ് സൈഡുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഈ ചോദ്യം കേട്ടപ്പോൾ പറയാൻ തോന്നിയൊരു ഉത്തരവാണ്, ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, എങ്കിലും അവസരം കിട്ടുമ്പോൾ പറയുന്നതെന്ന് മാത്രം. നിങ്ങൾ വാങ്ങുന്ന വണ്ടി ഏത് തന്നെ ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. നിങ്ങളത് ഓടിച്ച് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നിങ്ങൾ ആഗ്രഹിച്ച് വാങ്ങുന്നൊരു സ്വപ്ന വണ്ടി. അതിൽ നിങ്ങൾക്ക് പോസിറ്റീവ് മാത്രമായിരിക്കാം നിങ്ങൾ കാണുന്നത്. ബട്ട് ആ ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ആ ഒരു സന്തോഷവും സ്നേഹവും അടുത്ത ഒന്നിനോടുള്ള വെറുപ്പായി മാറരുത്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഹോണ്ട ഹൈനസിനെ എടുത്തിട്ട് ബുള്ളറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നു, ബുള്ളറ്റിനെ എടുത്തിട്ട് KTM-ആയിട്ട് കമ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ട്രയംഫായിട്ട് കമ്പയർ ചെയ്യുന്നു, ടൈഗറുമായിട്ട് കമ്പയർ ചെയ്യുന്നു, ഹിമാലയൻ എടുത്തിട്ട് എക്സ്പൾസുമായിട്ട് കമ്പയർ ചെയ്യുന്നു, എക്സ്പൾസ് എടുത്തിട്ട് ഹിമാലയനായിട്ട് കമ്പയർ ചെയ്യുന്നു. ആദ്യം ഈ കമ്പയറിംഗ് എന്ന് പറഞ്ഞ സാധനം എടുത്ത് ദൂരെ കൊണ്ടിരിക്കുക. നിങ്ങൾ ഒരു സ്പെക് ഷീറ്റ് നോക്കി അത് വായിച്ച് പഠിക്കുന്നതിന് പകരം നിങ്ങൾ ജസ്റ്റ് അടുത്തോട്ട് ഏത് ഡീലറിലാണോ അവിടെ പോവുക, വണ്ടി ജസ്റ്റ് ഒരു കുറച്ച് കിലോമീറ്റർ ഓടിച്ച് നോക്കുക. നിങ്ങൾക്ക് ആ വണ്ടി ഹാപ്പിയാണോ, അതിൻ്റെ സർവീസ് എങ്ങനെയാണെന്ന് മാത്രം നോക്കുക. അത് മാത്രം നോക്കിയിട്ട് നിങ്ങൾ ആ വണ്ടി വാങ്ങിക്കുക. അതല്ലാതെ നിങ്ങൾ നോക്കുമ്പോൾ എൻ്റെ സുഹൃത്ത് ഒരാൾ KTM ഉപയോഗിക്കുന്നുണ്ട്, വേറൊരുത്തൻ R15 ഉപയോഗിക്കുന്നു, ഇത് തമ്മിൽ കമ്പയർ ചെയ്താണ്. RX 100-ഉം 220 തമ്മിൽ കമ്പയർ ചെയ്യും. ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ RX 100 ആണ് നല്ലതെന്നല്ല, 220 ആണ് നല്ലതെന്നല്ല. എനിക്ക് ഈ രണ്ട് വണ്ടികളും ഇഷ്ടമാണ്. കാരണം ഒരു ബൈക്കിനൊരു ജീവനുണ്ട്. ആ ജീവൻ കണക്റ്റ് ആവുന്ന വ്യക്തികളുമായിട്ട് മാത്രമാണ് ആ ബൈക്ക് അത്രയും ലിങ്കായിരിക്കുന്നത്. നെഗറ്റീവ്സും പോസിറ്റീവും എല്ലാത്തിലും ഉണ്ടല്ലോ. നിങ്ങളെ വണ്ടി ഇഷ്ടപ്പെടുക, മറ്റുള്ള വണ്ടിയെ സ്നേഹിക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങളൊരു ഗ്രൂപ്പ് റൈഡ് പോകുമ്പം ഒരുപാട് കമ്പനികളുടെ വണ്ടി ഉണ്ടാവും. റോയൽ എൻഫീൽഡ് ഉണ്ടാവും, ടൈഗർ ഉണ്ടാവും, അല്ല RR 310 ഉണ്ട്, ഇങ്ങനെ പലതും ഉണ്ടാവും. നമ്മൾ തമ്മിൽ സപ്പോർട്ട് ചെയ്ത് പോകുമ്പോഴാണ് ആ ഒരു റൈഡ് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. എൻ്റെ കൂട്ടത്തിൽ TVS XL എന്ന് പറഞ്ഞ വണ്ടിയുണ്ടല്ലോ, അത് മുതൽ M80 വരെ ഉണ്ടായിരുന്നുണ്ട്. ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് യാത്ര പോകുന്നത്. ആ പലപ്പോഴും അങ്ങനെ പോകുന്ന ടൈമിൽ നമ്മളെല്ലാം പലയിടത്തും നമുക്ക് പല പണികൾ കിട്ടാറുണ്ട്. ഹൈനസ് പണിമുടക്കിയ സ്ഥലങ്ങളുണ്ട്, റോയൽ എൻഫീൽഡ് പണിയെടുക്കിയ സ്ഥലമുണ്ട്. എന്നാൽ വളരെ കുറച്ച് പണികൾ കിട്ടിയ വണ്ടികളിലൊന്നും എനിക്ക് തോന്നുന്നത് സ്പ്ലെൻഡറാണെന്നാണ്. കാരണം എവിടെ ചെന്നാലും പുള്ളിക്കാരൻ ഓക്കെയാണ്. സ്പ്ലെൻഡർ, M80 അതുപോലത്തെ പഴയ വണ്ടികൾക്കുള്ളൊരു രീതി. പക്ഷേ അതും അതിൻ്റേതായ രീതിയിൽ ഓടിക്കുമ്പോൾ. സോ എല്ലാ വണ്ടികൾക്കും പോസിറ്റീവ് ഉണ്ട്, എല്ലാ വണ്ടികൾക്കും നെഗറ്റീവ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണ്, നിങ്ങളുടെ റൈഡിങ് സ്റ്റൈലിന് ആപ്റ്റായ വണ്ടി ഏതാണോ അത് വാങ്ങിക്കുക. അപ്പോൾ ശരി.